കർണാടകയിലെ ബുൾഡോസർ രാജിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഒഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം ഉൾപ്പെടെ ചർച്ചയായേക്കും. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ച. ബുൾഡോസർ രാജ് പരാമർശത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡി.കെ. ശിവകുമാർ രൂക്ഷമായി വിമർശിച്ചു. കുടിയിറക്കപ്പെട്ടവർക്ക് താൽക്കാലിക താമസവും അടിസ്ഥാന സൗകര്യവും ഒരുക്കാൻ നേരത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിരുന്നു. ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഡി.കെ. ശിവകുമാർ വിമർശിച്ചു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. സർക്കാർ വസ്തുക്കൾ സംരക്ഷിക്കേണ്ടത് മന്ത്രിസഭയുടെ ചുമതലയെന്നും ഡി.കെ. ശിവകുമാർ. കേരള CM is doing politics. His election is in a time of losing his election. He is trying to do politics. We doesn't want to involve in. I am requesting him. You should be aware of this. This is a local issue. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള രാവിലെ 4 മണിക്ക് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവരെ മുഴുവൻ കുടിയിറക്കുന്ന ബുൾഡോസ് ഉപയോഗിച്ച് വീടുകൾ അടിച്ച് തകർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലെന്ന ട്രോളുകൾക്ക് മറുപടിയുമായി A.A. റഹീം MP രംഗത്തെത്തി. ഭാഷാപരമായ പരിമിതികൾ തനിക്കുണ്ട്. തന്റെ ഭാഷയിലെ വ്യാകരണം തിരയുന്നവരോട് വെറുപ്പില്ലെന്നായിരുന്നു പ്രതികരണം. എന്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. A.A. റഹീമിന് പരോക്ഷ പിന്തുണയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തി. പാവപ്പെട്ടവന്റെ മക്കൾ വായിൽ ഇംഗ്ലീഷ് കരണ്ടിയുമായല്ല ജനിക്കുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.